രാവണന്റെ സൈന്യം മുംബാദേവിയിൽ ചെയ്തതെന്താണെന്നറിയാമോ? നാരദൻ ചോദിച്ചു. ഞാൻ ഓർമ്മിപ്പിക്കാം. സമാധാനപ്രിയരായ ദേവേന്ദ്രാറുകളെ മുഴുവൻ കത്തിച്ചു കളഞ്ഞു, സ്ത്രീകളെയും കുട്ടികളെയും അടക്കം. ആ മൃഗീയമായ ആക്രമണം നടത്തിയ സേനാപതിയായ പ്രഗസ്തൻ ശിക്ഷിക്കപ്പെട്ടില്ല. പകരം അയാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടി. ഇതാണ് അങ്ങ് അഭിമുഖീകരിക്കാൻ പോകുന്ന ശത്രു. രാവണൻ തന്റെ മുഴുവൻ പ്രജകളെയും മരിക്കാൻ അനുവദിക്കും. അങ്ങ് ധർമ്മയുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തെ യുദ്ധതന്ത്രമാക്കി യുക്തിക്ക് നിരക്കുന്നതാക്കുകയാണ്. പക്ഷേ അങ്ങയുടെ ശത്രുവിന് യാതൊരു നൈതികതയുമില്ല. രാവണന് വിജയിക്കുക എന്നതാണ് പ്രധാനം. അതാണ് അങ്ങും അയാളും തമ്മിലുള്ള വ്യത്യാസം, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം.